Dear students, welcome to 101.5 FM ആകാശവാണി കണ്ണൂർ. ഈ സമയവഴിയിലൂടെ റേഡിയോ ടീച്ചർ, റേഡിയോ ടീച്ചർ. ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. ഡിയർ സ്റ്റുഡൻസ്, 2024 മാർച്ചിൽ SSLC പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ. ഉയർന്ന മാർക്കിലേക്ക് ആകാശവാണിയുടെ ഒരു വഴികാട്ടിയാണ് രാത്രി 8 മണിക്കുള്ള റേഡിയോ ടീച്ചർ പ്രക്ഷേപണ പരമ്പര. ശ്രദ്ധയോടെ കേട്ട് പഠിക്കുക. ഓക്കെ, റേഡിയോ ടീച്ചർ, ലെറ്റ് us start. റേഡിയോ ടീച്ചർ, റേഡിയോ ടീച്ചർ. ഇതാ ക്വിസ് മാസ്റ്ററായ ടീച്ചർ സ്വയം പരിചയപ്പെടുത്തുന്നു. ഒപ്പം വിവിധ സ്കൂളുകളിൽ നിന്നും ക്വിസിൽ പങ്കെടുക്കാനെത്തിയ ടീം അംഗങ്ങളായ 10ാം ക്ലാസ് വിദ്യാർത്ഥികളും. സർവേഷാം നമസ്കാരഃ. മമ നാമ MV ലസിത കുമാരി, ശിവപുരം ഹയർ സെക്കൻഡറി സ്കൂൾ സംസ്കൃതാധ്യാപിക അസ്മി. എന്റെ പേര് MV ലസിത കുമാരി, ശിവപുരം ഹയർ സെക്കൻഡറി സ്കൂൾ സംസ്കൃത അധ്യാപികയാണ്. നമുക്ക് ടീം അംഗങ്ങളെ പരിചയപ്പെടാം. ടീം എ: അദ്രിജ വിനോദ്, സൂര്യനന്ദ PP, സ്കൂൾ PRM കൊളല്ലൂർ HSS. ടീം ബി: അഭിരാം KK, ശിവാനി AV, JSS കണ്ണാടിപ്പറമ്പ. ടീം സി: ദേവനന്ദ സുനിൽ, ദിയ KV. ഞങ്ങൾ PR മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ പാനൂരിൽ നിന്ന് വരുന്നു. ടീം ഡി: അനന്യ VV, ശ്രീനന്ദ C, സ്കൂൾ GGVHSS ചെറുകുന്ന്. ടീം ഇ: ദേവനന്ദ NK, അമൃത H, ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂൾ. എല്ലാവർക്കും റേഡിയോ ടീച്ചർ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സംസ്കൃതത്തിലെ അഷ്ടമഹാപാഠഃ ശിവാസ്തേ സന്തു പന്ഥാനഃ നവമഃ പാഠഃ ഈശോപദേശഃ എന്നീ 2 പാഠഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങളാണ് ഇവിടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരും നല്ലതുപോലെ ചോദ്യങ്ങൾ കേൾക്കുക, ശ്രദ്ധിച്ച് ഉത്തരം പറയുക. റേഡിയോ ടീച്ചർ. 5ാമത്തെ റൗണ്ടിലേക്ക് കടക്കാം. ആദ്യ ചോദ്യം ടീം എയോടാണ്. ഒരു ശ്ലോകമാണ്. ശ്ലോകം ശ്രദ്ധിച്ചു കേൾക്കുക. യൂയം സ്വധർമാചരണം പരേഷാമാലോകനാർത്ഥം ജനതാസമക്ഷം മാ കാഷ്ട നാകസ്ഥപിതുർന ലഭ്യോ യദ്യേവമുത്തുംഗ കൃപാപ്രസാദഃ. ശ്ലോകം ശ്രദ്ധിച്ചല്ലോ. ക്വസ്റ്റ്യൻ ഇതാണ്: പരേഷാം ആലോകനാർത്ഥം കിം ന കുര്യാത്. പരേഷാം ആലോകനാർത്ഥം കിം ന കുര്യാത്. അസ്മിൻ ശ്ലോകെ. ശ്ലോകഭാഗം ശ്രദ്ധാങ്കരോതു. ശ്രദ്ധിച്ചുവല്ലോ. മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യരുത് എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്? ധർമാചരണം. ധർമാചരണം, സ്വധർമാചരണം. ഉത്തരം ശരിയാണ്. ടീം എക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. അതേ ശ്ലോകത്തിലെ തന്നെ മാ കാഷ്ട എന്ന പദം ശ്രദ്ധിച്ചുവല്ലോ. ഇത്യത്ര ലകാരഃ കഹ. മാ കാഷ്ട എന്നതിന്റെ ലകാരം ഏതാണ്? ലോട്ട്. ടീം ബി പറഞ്ഞ ഉത്തരം തെറ്റാണ്. ചോദ്യം ടീം സിയിലേക്ക് പാസ് ചെയ്യുന്നു. മാ കാഷ്ട ലിട്ട് ലകാരം അല്ല. ഉത്തരം തെറ്റാണ്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയാം. മാ കാഷ്ട എന്നത് ലുങ് ലകാരമാണ് വരുന്നത്. ഞാൻ വിചാരിച്ചു ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങളെന്ന്. സാധാരണ നമ്മള് ലെട്ട്, ലെങ്, ലിട്ട്, റിട്ട് ഇതൊക്കെയാണ് ശ്രദ്ധിച്ചിട്ടുള്ളത് അല്ലെ. വിധിലിങ് ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇത് ലുങ് ആയതുകൊണ്ട് പ്രത്യേക ശ്രദ്ധ ഉണ്ടാകും എന്ന് വിചാരിച്ചു. ലുങ് അതും ഭൂതകാലത്ത് തന്നെയാണ്. ലകാരങ്ങൾ 10 ഉണ്ടെന്ന് അറിയാമല്ലോ. അതിലെ ഭൂതകാലം 3 പറഞ്ഞിട്ടുള്ളത്. ലെങ്, ലുങ്, ലിട്ട് ഇത് ഭൂതകാലത്ത് തന്നെയാണ് വരുന്നത്. അദ്യതന ഭൂതകാലം, പരോക്ഷ ഭൂതകാലം, അനദ്യതന ഭൂതകാലം എന്നിങ്ങനെ. അതില് ഇവിടെ ലുങ്ങാണ് പറഞ്ഞിട്ട്. അത് ചെയ്യരുത് എന്നാണ് പറഞ്ഞത് അല്ലെ. മാ കാഷ്ട, മാ ഭൂത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ചോദ്യം ടീം സിയോടാണ്. ശ്ലോകഭാഗം
യൂയം സ്വധർമാചരണം പരേഷാമാലോകനാർത്ഥം ജനതാസമക്ഷം മാ കാഷ്ട നാകസ്ഥപിതുർന ലഭ്യോ യദ്യേവമുത്തുംഗ കൃപാപ്രസാദഃ. അതിലുള്ള ചോദ്യമാണ് അഷ്ണോഹോ സമീപം ഇത്യത്ര ഏകം പദം കിം. അഷ്ണോഹോ സമീപം എന്നതിന്റെ ഏകം പദം. യൂയം സ്വധർമാചരണം പരേഷാമാലോകനാർത്ഥം ജനതാസമക്ഷം മാ കാഷ്ട നാകസ്ഥപിതുർന ലഭ്യോ യദ്യേവമുത്തുംഗ കൃപാപ്രസാദഃ. അഷ്ണോഹോ സമീപം ഇത്യത്ര ഏകം പദം കിം. സമക്ഷം. ഉത്തരം ശരിയാണ്. ടീം സിക്ക് 5 പോയിന്റ്. ഈ ചോദ്യം വൺ വേർഡായിട്ടും ചോദിക്കാറുണ്ട്, ശ്ലോകം തരാതെയും ചോദിക്കാറുണ്ട്, ശ്രദ്ധിക്കണം. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. യദ്യേവം ഇത്യത്ര പദച്ഛേദം ലിഖത. യദ്യേവം. യദി അധികം ഏവം. ഉത്തരം ശരിയാണ്. ടീം ഡിക്ക് 5 പോയിന്റ്. അടുത്തത് ഒരു ശ്ലോകഭാഗമാണ്, ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കണം. യദാ പുനഃ പ്രാർത്ഥയസേ തദാ ഗൃഹം പ്രവിശ്യ ബദ്ധ്വാ ച കവാടമേകകഃ കുരു സ്വതാതം പ്രതി യാചനാം രഹഃ പിതാ ഫലം ദാസ്യതി ഗുപ്തദർശകഃ. ശ്ലോകം ശ്രദ്ധിച്ചുവല്ലോ. അസ്മിൻ ശ്ലോകേ ക്രിയാപദാനി ചിത്വാ വദതു. കുരു ദാസ്യതി. ഉത്തരം ശരിയാണ്. 2 ക്രിയാപദങ്ങളുണ്ട്, കുരു ദാസ്യതി. ദാസ്യതി ആണ് ശരിക്ക് ക്രിയാപദമായിട്ട് ഇവിടെ പറയുന്നത്. ടീം ഇക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ഇയോട് തന്നെയാണ്. ദാസ്യതി ഇത്യസ്യ പദം കസ്മിൻ വിഭാഗെ, അതായത് പദങ്ങളെ 3ആയിട്ട് വിഭജിച്ചിട്ടുണ്ട് എന്നറിയാമല്ലോ. ആത്മനേപതി, ഉഭയപതി, പരസ്മൈപതി എന്നിങ്ങനെ. അപ്പോൾ ദാസ്യതി എന്ന പദം ഏത് വിഭാഗത്തിൽ പെടുന്നതാണ്? പരസ്മൈപതി. ഉത്തരം ശരിയാണ്. ടീം ഇക്ക് 5 പോയിന്റ്. ദാസ്യതി എന്നത് പരസ്മൈപതി വിഭാഗത്തിലാണ് പെടുന്നത്. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. ഇതേ ശ്ലോകത്തിലെ തന്നെയാണ്. കഹ ഫലം ദാസ്യതി. ആരാണ് ഫലം നൽകുന്നത്? പിതാ. ഉത്തരം ശരിയാണ്. ടീം ഡിക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം സിയോടാണ്. ശ്ലോകം ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ശ്ലോകാത് ലബന്ധമവ്യയം ചിത്വാ ലിഖത. ശ്ലോകത്തിലുള്ള ലബന്ധമവ്യയം ഏതാണെന്ന് പറയുക. പ്രവിശ്യ. ഉത്തരം ശരിയാണ്. ടീം സിക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. ഇതേ ശ്ലോകത്തില് ത്വാന്തം അവ്യയം കൂടി ഉണ്ട് അല്ലേ? അപ്പോൾ ആ ത്വാന്തം അവ്യയമായിട്ട് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ള പദം ഏതാണെന്നാണ് ടീം ബി പറയേണ്ടത്. യദാ പുനഃ പ്രാർത്ഥയസേ തദാ ഗൃഹം പ്രവിശ്യ ബദ്ധ്വാ ച കവാടമേകകഃ കുരു സ്വതാതം പ്രതി യാചനാം രഹഃ പിതാ ഫലം ദാസ്യതി ഗുപ്തദർശകഃ. ബദ്ധ്വ. ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം എയോടാണ്. യദാ പുനഃ പ്രാർത്ഥയസേ തദാ ഗൃഹം പ്രവിശ്യ ബദ്ധ്വാ ച കവാടമേകകഃ കുരു സ്വതാതം പ്രതി യാചനാം രഹഃ പിതാ ഫലം ദാസ്യതി ഗുപ്തദർശകഃ. ശ്ലോകേ ദ്വാരം ഇത്യർത്ഥകം പദം ചിത്വാ ലിഖത. ശ്ലോകത്തിലെ ദ്വാരം എന്നർത്ഥം വരുന്ന പദം ഏതാണെന്ന് തെരഞ്ഞെടുത്ത് പറയുക. പാസ്. ടീം എ ചോദ്യം ടീം ഇയിലേക്ക് പാസ് ചെയ്തിരിക്കുകയാണ്. ടീം ഇ ദ്വാരം ഇത്യർത്ഥകം പദം. ആർക്കെങ്കിലും ഉത്തരം അറിയാമെങ്കിൽ പറയാം. കവാടം. കവാടം. ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ്. അഭിനന്ദനങ്ങൾ. അഞ്ചാമത്തെ റൗണ്ട് ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്.
ഓരോ ടീമിനും ലഭിച്ച പോയിന്റ് നില. ടീം എ 5 പോയിന്റ്, ടീം ബി 5 പോയിന്റ്, ടീം സി 10 പോയിന്റ്, ടീം ഡി 10 പോയിന്റ്, ടീം ഇ 10 പോയിന്റ്. 5 റൗണ്ടുകളിലായി ഓരോ ടീമിനും ലഭിച്ച ടോട്ടൽ സ്കോർ പരിശോധിക്കാം. ടീം എ 35 പോയിന്റ്, ടീം ബി 40 പോയിന്റ്, ടീം സി 40 പോയിന്റ്, ടീം ഡി 48 പോയിന്റ്, ടീം ഇ 53 പോയിന്റ്. അഞ്ച് റൗണ്ടുകൾ പൂർണ്ണമായപ്പോൾ മുന്നിട്ട് നിൽക്കുന്ന ടീം ഇ ആണ്. ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂൾ 53 പോയിന്റ്. രണ്ടാം സ്ഥാനം ടീം ഡി GGVHSS ചെറുകുന്ന് പോയിന്റ് 48. SSLC പാഠങ്ങൾ ഉൾക്കൊള്ളിച്ച പ്രതിദിന പ്രശ്നോത്തരി തുടരുന്നു. റേഡിയോ ടീച്ചർ. പ്രശ്നോത്തരിയിൽ അവസാനമായി ഓരോ ടീമിനോടും ഓരോ ചോദ്യം വീതം ചോദിക്കും. ഓരോ ചോദ്യത്തിനും 5 പോയിന്റ് വീതമാണ് ലഭിക്കുക. ആദ്യ ചോദ്യം ടീം എയോടാണ്. ദദാതി ഭിക്ഷാം തു ഭവാൻ യദാ തദാ നകാരയേത് തൂര്യന്നിനാദമഗ്രദഃ നൃണാം വിലോകം സ്തവനം ച ലിപ്സവഃ സഭാസുരഥ്യാസു ച ദാംബികാഃ യഥാ. നൃണാം വിലോകം സ്തവനം ച ലിപ്സവഃ ഡാഷ് ഭവതി. മാനവന്മാരുടെ, മനുഷ്യരുടെ ദർശനം, കാഴ്ചപ്പാട്, സ്തുതിയും എല്ലാം ഇഷ്ടപ്പെടുന്നവരെ ഏത് പേരിലാണ് പറയുന്നത്? മാനവാനാം ദർശനം സ്തുതിം ച ഇച്ഛന്തഃ. ഇഷ്ടപ്പെടുന്നവരെ, ഒരുപാട് ആള് കാണണമെന്നും സ്തുതിക്കണമെന്നും ആഗ്രഹിക്കുന്നവരെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആ ശ്ലോകത്തിലുണ്ട് ആ പദം. അഗ്രതഃ. ടീം എ പറഞ്ഞ ഉത്തരം തെറ്റാണ്. ചോദ്യം ടീം ബിയിലേക്ക് പാസ് ചെയ്യുന്നു. ദാംബികാഃ. ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 3 പോയിന്റ്. ദാംബികാഹ, അതായത് കപടഭക്തന്മാർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. ശ്ലോകം ശ്രദ്ധിക്കുക. ഭിക്ഷാത്വയാ ദക്ഷിണഹസ്തദത്ത മാ ജ്ഞായതാം വാമകരേണ തേ സാ ദാനസ്യ ചൈവം നിവൃതം കൃതസ്യ പിതാ ഫലം ദാസ്യതി ഗുപ്തദർശി. ഈ ശ്ലോകത്തില് ചൈവം എന്നൊരു പദമുണ്ട്. ചൈവം അതെങ്ങനെ പദച്ഛേദം ചെയ്യാം? ച അധികം ഏവം. ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 5 പോയിന്റ്. ഇതേ ചോദ്യം പാഠഭാഗത്തിലെ ഉൾക്കൊള്ളുന്ന എല്ലാ ശ്ലോകങ്ങളിൽ നിന്നും അന്വയക്രമത്തിൽ എഴുതാൻ ചോദിക്കാം. പിന്നെ ശ്ലോകം തന്നിട്ട് അതിൻ്റെ ഉചിതമാശയം എടുത്തെഴുതാനും ചോദിക്കാം. അതായത് ഒരു ആശയം തന്നിട്ട് 2 ശ്ലോകം തരുന്ന രീതിയുണ്ട്. അപ്പോൾ അതിൽ ആ ആശയത്തിന് ഉതകുന്ന ശ്ലോകം ഏതാണെന്ന് വെച്ചാൽ അത് എടുത്തെഴുതണം. അപ്പോൾ ഇവിടെ ആശയം ഞാനിവിടെ വായിക്കാം. ഇത് മാർക്കിനായിട്ടുള്ളതല്ല, നിങ്ങൾ പരിചയപ്പെടാൻ വേണ്ടി മാത്രമാണ്. ദക്ഷിണഹസ്തേന കൃതം ഭിക്ഷാദാനം വാമഹസ്തഃ മ ജാനാതു ഇത്യാശയ പ്രതിപാദകം ശ്ലോകം ചിത്വാ ലിഖത എന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ 2 ഓപ്ഷൻസ് നൽകും. ഒരേപോലെ തോന്നിക്കുന്ന 2 ശ്ലോകങ്ങളാണ് നിങ്ങൾക്ക് ചോദ്യത്തിൽ ഉണ്ടാവുക. ഓപ്ഷൻസ് ഞാനിവിടെ വായിക്കാം. ദദാതി ഭിക്ഷാം തു ഭവാൻ യദാ തദാ നകാരയേൻ തുര്യന്നിനാദമഗ്രദഃ നൃണാം വിലോകം സ്തവനം ച ലിപ്സവഃ സഭാസുരഥ്യാസു ച ദാംബികാഃ യഥാ. അത് ഒരു ശ്ലോകം. രണ്ടാമത്തെ ശ്ലോകം ഭിക്ഷാത്വയാ ദക്ഷിണഹസ്തദത്താ മാ ജ്ഞായതാം വാമകരേണ തേ സാ ദാനസ്യ ചൈവം നിവൃതം കൃതസ്യ
പിതാഫലം ദാസ്യതി ഗുപ്തദർശി. 2 ശ്ലോകങ്ങള് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആശയം ഇതായിരുന്നു: ദക്ഷിണഹസ്തേന കൃതം ഭിക്ഷാദാനം വാമഹസ്തഃ മാ ജാനാതു. വലത് കൈകൊണ്ട് കൊടുക്കുന്ന ദാനം ഇടത് കൈ അറിയരുത് എന്നാണ് ആശയത്തിലുള്ളത്. അപ്പോ ഏത് ശ്ലോകമായിരിക്കും എടുത്തെഴുതുക? അതായത് നമ്മുടെ പരീക്ഷയ്ക്ക് ആശയം തന്നിട്ട് ശ്ലോകം ഏതാണെന്ന് തിരഞ്ഞെടുത്തെഴുതാനുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അങ്ങനെയുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ചോദിക്കുന്നത്. ദക്ഷിണഹസ്തേന കൃതം ഭിക്ഷാദാനം വാമഹസ്തഃ മാ ജാനാതു. അതിന്റെ മലയാളം പറയാം: വലത് കൈകൊണ്ട് നൽകുന്ന ഭിക്ഷാദാനം ഇടത് കൈ അറിയരുത് എന്നാണ് അർത്ഥം. എന്ന ആശയത്തെ പ്രതിപാദിക്കുന്ന ശ്ലോകം ഏതാണെന്ന് വെച്ചാൽ തെരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞത്. ഇവിടെ 2 ശ്ലോകങ്ങളെ കൊടുക്കുന്നുണ്ട്. അത് ഇവിടെ വായിക്കാം, ശ്രദ്ധിക്കുക. അതായത് രണ്ടും ഒരേപോലെ തോന്നിക്കുന്ന തരത്തിലുള്ള ശ്ലോകങ്ങളായിരിക്കും ഉണ്ടാവുക. ദദാതി ഭിക്ഷാം തു ഭവാൻ യഥാ തഥാ ന കാരയേത് തുര്യന്നിനാദമഗ്രദഃ നൃണാം വിലോകം സ്തവനം ച ലിപ്സവഃ സഭാസു രഥ്യാസു ച ദാംബികാഃ യഥാ. ഒരു ശ്ലോകം. രണ്ടാമത്തെ ശ്ലോകം: ഭിക്ഷാത്വയാ ദക്ഷിണഹസ്തദത്ത മാ ജ്ഞായതാം വാമകരേണ തേസാ ദാനസ്യ ചൈവം നിബൃതം കൃതസ്യ പിതാ ഫലം ദാസ്യതി ഗുപ്തദർശി. ഇതിലെ ഏത് ശ്ലോകമായിരിക്കും നമ്മുടെ ആശയത്തോട് ചേർന്ന് നിൽക്കുന്നത്? ഭിക്ഷാത്വയ ദക്ഷിണഹസ്തദത്ത എന്ന് തുടങ്ങുന്ന ശ്ലോകമാണ് നമ്മുടെ ആശയത്തോട് യോജിക്കുന്നത്. നമ്മുടെ ആശയത്തിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതേ പദങ്ങൾ തന്നിട്ടുള്ള ശ്ലോകത്തിൽ എവിടെയെങ്കിലും ആയിട്ട് ഉണ്ടാവും. അത് ശ്രദ്ധിച്ചാൽ മതിയാവും. ഇതുപോലെ തന്നെ ശ്ലോകം തന്നിട്ട് ആശയം ഓപ്ഷൻസ് ആയിട്ട് തരുന്ന രീതിയിലും ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയുള്ള ഒരു ചോദ്യം, അതായത് യഥാ പുനഃ അധോദത്തം ശ്ലോകം പഠിത്വ ഉചിതമാശയം ചിത്വാ ലിഖത. അതായത് ശ്ലോകം തന്നിട്ട് ആശയങ്ങൾ ഓപ്ഷൻസ് ആയിട്ട് തരാം. അതിനുള്ള ഓപ്ഷൻസ് തിരഞ്ഞെടുത്ത് എഴുതുന്ന രീതിയാണ്. ഒറ്റയൊരു ഓപ്ഷനെ തിരഞ്ഞെടുത്ത് എഴുതണ്ടു. അതിനും 2 മാർക്കാണ് ഉത്തരത്തിലുണ്ടാവുക. ശ്ലോകം ഇവിടെ ഞാൻ വായിക്കാം. യഥാ പുനഃ പ്രാർത്ഥയസേ തദാ ഗൃഹം പ്രവിശ്യ ബുദ്ധ്വാ ച കവാടമേകകഃ കുരു സ്വതാദം പ്രതി യാചനാം രഹഃ പിതാ ഫലം ദാസ്യതി ഗുപ്തദർശകഃ എന്നതാണ് ശ്ലോകം. അതിലെ ഓപ്ഷൻസ് ഞാനിവിടെ വായിക്കാം. പ്രദർശനാർത്ഥം ഈശ്വര ഭജനം കുർവന്തഃ കപടഭക്താഃ ഭവന്തി. പ്രദർശനത്തിന് വേണ്ടി ഈശ്വര ഭജനം ചെയ്യുന്ന കപടഭക്തന്മാർ ഉണ്ട്. രണ്ടാമത്തെ ആശയം ധർമാചരണം ആത്മനിർവർത്യർത്ഥം ഭവേത്. ധർമാചരണം ആത്മനിർവൃതിക്ക് വേണ്ടിയാണ് ഭവിക്കുന്നത്. മൂന്നാമത്തെ ഓപ്ഷൻ ഗുപ്ത പരമ തത്വ പ്രദർശകഃ ഈശഃ നൂനം ഫലം ദാസ്യതി. രഹസ്യമായിട്ട് യേശു നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫലം തീർച്ചയായും നൽകുന്നു. അപ്പോൾ ഇവിടെ ഈ ശ്ലോകത്തിന് ഉചിതമായ ആശയം ഏതായിരിക്കും? യഥാ പുനഃ പ്രാർത്ഥയസേ തഥാ ഗൃഹം എന്ന ശ്ലോകത്തിൻ്റെ ഉചിതമാശയം ഏതായിരിക്കും? മാർക്കിനല്ല, നിങ്ങൾ ഉത്തരം പറഞ്ഞോളൂ. ഏതായിരിക്കും ഉചിതമായ ആശയം? മൂന്നാമത്തെ. അതായത് ഗുപ്ത പരമ തത്വ പ്രദർശകഃ ഈശഃ നൂനം ഫലം ദാസ്യതി. നമ്മളെ ശ്ലോകഭാഗത്തിൽ അതേ പദമുണ്ട് അല്ലെ. ഗുപ്ത പിതാ ഫലം ദാസ്യതി ഗുപ്തദർശകഃ എന്ന ശ്ലോകത്തിലുണ്ട്. അപ്പോൾ ഓപ്ഷൻ കണ്ടാൽ നമുക്ക് വേഗത്തിൽ തന്നെ തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ഗുപ്ത പരമ തത്വ പ്രദർശകഃ ഈശഃ നൂനം ഫലം ദാസ്യതി. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം ടീം സിയോടാണ്. പുനസ്ത്വം ഇത്യസ്യ പദച്ഛേദം അഥവാ വിശ്ലേഷയത എന്നും കൂടി പറയും. പുനഃ അധികം ത്വം. ഉത്തരം ശരിയാണ്. ടീം സിക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. നാക്കം ഇത്യസ്യ സമാനാർത്ഥകം പദം കിം.
നാക്കം എന്നതിന്റെ സമാനാർത്ഥക പദം എന്താണ്? സ്വർഗം. സ്വർഗഃ. ഉത്തരം ശരിയാണ്. ടീം ഡിക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ഇയോടാണ്. നിങ്ങൾ ശ്ലോകഭാഗങ്ങളൊക്കെ പഠിക്കുമ്പോൾ വൃത്തങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്. സ്യാത് ഡാഷ് യദി തൗ ജഗൗ ഗഹ. സ്യാത് ഡാഷ് യദി തൗ ജഗൗ ഗഹ. അതായത് ഓരോ ശ്ലോകത്തിലെയും ഓരോ വരിയിലും പദങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോ അവിടെ പദങ്ങളെ 3 അക്ഷരം വെച്ചിട്ട് നമ്മൾ മുറിച്ചിട്ടാണ് പദങ്ങളുടെ വിന്യാസം കണക്കാക്കുന്നത്. അപ്പോ തൗ ജഗൗ ഗഹ, ഗണങ്ങള് തഗണം, ജഗണം, അങ്ങനെ യഗണ, രഗണ, തഗണ, ഭഗണം, ജഗണം, സഗണം, മഗണം, നഗണം എന്നിങ്ങനെയൊക്കെ ഗണങ്ങളെ തിരിച്ചിട്ടുണ്ട്. ഓർമ്മിക്കാൻ എളുപ്പത്തിന് യരത, ഭജസ, മന എന്ന് നമുക്ക് ഓർമ്മിക്കാൻ എളുപ്പമാണ്. അപ്പോൾ അത് പ്രകാരം ഇവിടെ തൗ എന്ന് സൂചിപ്പിച്ചിട്ടുള്ളത് തഗണം, തഗണം. ജഗൗ എന്നത് ജഗണങ്ങളും 2 ഗുരുക്കളും. അങ്ങനെ ആണെങ്കിൽ സ്യാത് ഡാഷ് യദി തൗ ജഗൗ ഗഹ. ഏത് വൃത്തമാണ് സ്യാത് ഡാഷ് യദി തൗ ജഗൗ ഗഹ? ഏത് വൃത്തത്തിന്റെ നിർവചനമായിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ടീം ഇ ചോദ്യം ടീം ഡിയിലേക്ക് പാസ് ചെയ്തിരിക്കുന്നു. ഇന്ദ്രവജ്ര. ഉത്തരം ശരിയാണ്. അതായത് ഓരോ കാവ്യത്തിലെയും ശ്ലോകങ്ങൾ എഴുതുമ്പോൾ വൃത്തനിബദ്ധമായാണ് എഴുതുന്നത്. അപ്പോൾ വൃത്തങ്ങളെ ഇന്ദ്രവജ്ര, ഉപേന്ദ്രവജ്ര, വംശസ്ഥം, വസന്തതിലക എന്നൊക്കെയുണ്ട് പേരുകള്. അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കാവ്യഭാഗത്ത് നമുക്ക് ഇന്ദ്രവജ്ര, അതുപോലെ തന്നെ ഉപജാതി, വംശസ്ഥം എന്നിങ്ങനെയുള്ള വൃത്തനിബദ്ധമായ ശ്ലോകങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇന്ദ്രവജ്രയിലുള്ള ശ്ലോകഭാഗം യൂയം സ്വധർമാചരണം പരേഷാമാലോകനാർത്ഥം ജനതാസമക്ഷം എന്ന് തുടങ്ങുന്ന ശ്ലോകം. ഇന്ദ്രവജ്രയും ഉപേന്ദ്രവജ്രയും ചേർന്നതാണ് ഉപജാതി എന്ന പറയുന്ന വൃത്തം വരുന്നത്. അങ്ങനെയുള്ള ഒരു ശ്ലോകഭാഗമാണ് ഭിക്ഷാത്വയാ ദക്ഷിണ ഹസ്തദത്ത എന്ന് തുടങ്ങുന്ന ശ്ലോകം. ഉപജാതിയുടെ ലക്ഷണം ഇന്ദ്രവജ്ര ഉപേന്ദ്രവജ്രയോഹോ സങ്കരഹ ഉപജാതി. ഇന്ദ്രവജ്രയും ഉപേന്ദ്രവജ്രയും ചേർന്നതാണ് ഉപജാതി എന്ന് പറയുന്ന വൃത്തം. അതായത് ഓരോ വരിയിലും 11 അക്ഷരങ്ങളാണ് ഉണ്ടാവുക. ഇന്ദ്രവജ്രയിലാണെങ്കിൽ തഗണ, തഗണ, ജഗണ ഗുരുക്കളും, ഉപേന്ദ്രവജ്രയിലും 11 അക്ഷരങ്ങളാണ് ഉണ്ടാവുക. ഇത് രണ്ടും കൂടിച്ചേരുമ്പോഴാണ് ഉപജാതി എന്ന് പറയുന്ന വൃത്തം വരുന്നത്. ടീം ഡിക്ക് 3 പോയിന്റ് നൽകുന്നു. ഈശോപദേശം, അതുപോലെ തന്നെ ശിവാസ്തേ സന്തു പന്താനഹ, ഈ 2 പാഠഭാഗങ്ങളിലുമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചോദ്യങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കാം. ഒന്ന് 1 വേർഡ് ക്വസ്റ്റ്യൻസ്, പിന്നെ രണ്ടാമത് വരുന്നത് അതേ ക്വസ്റ്റ്യൻസിന് യഥോചിതം യോജ്യത എന്ന രീതിയിലും ചോദിക്കാം. പിന്നെ ഉള്ളത് നിങ്ങൾ കാവ്യഭാഗങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രന്ഥ അല്ലെങ്കിൽ കൃതി, കർത്ത, വിഭാഗം എന്ന രീതിയിൽ ഉള്ള 4 മാർക്കിനുള്ള ചോദ്യം ചോദിക്കാം. പിന്നെ അതേ രീതിയിൽ തന്നെ വേറെ ചോദിക്കാൻ സാധ്യതയുള്ളത് കൃതി, കർത്ത, നായിക കഥാപാത്രത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചോദിക്കാം. അതായത് കാവ്യമുക്താവലിയിലെ 5 മഹാകാവ്യങ്ങളും അതിൽ നായിക കഥാപാത്രങ്ങളും ഉൾപ്പെടുന്നുണ്ട്, സ്ത്രീ കഥാപാത്രങ്ങൾ. അപ്പോൾ ഇവിടെ അഭിജ്ഞാന ശാകുന്തളമുണ്ട്. അപ്പോൾ അഭിജ്ഞാന ശാകുന്തളം ഏത് വിഭാഗത്തിലാണ് വരുന്നത് എന്ന ഒരു രീതിയിൽ ചോദിക്കാം. പിന്നെ അതിലുള്ള നായിക കഥാപാത്രം ആരാണ്, സ്ത്രീ കഥാപാത്രം ആരാണ് എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ 4 മാർക്കിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങളോട് ചോദിക്കാം. പിന്നെ ചോദിക്കാൻ അതിലുള്ള 4 മാർക്കിനുള്ള ചോദ്യത്തിന് പ്രതീക്ഷിക്കുന്നതാണ് കണ്വ മഹർഷേഹേ സ്വഭാവം ലിഖത. കണ്വ മഹർഷിയുടെ സ്വഭാവം എഴുതാൻ സൂചന തരും, എന്നിട്ട് എഴുതുകയാണ് വേണ്ടത്. എഴുതുമ്പോൾ അതായത് അഭിജ്ഞാന ശാകുന്തളത്തിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ എഴുതുക. അതിനുശേഷം അതില് നമ്മുടെ ശകുന്തള ഭർതൃഗൃഹത്തിലേക്ക് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് അവിടെ പറയുന്നുണ്ട്. അപ്പോ കണ്വ മഹർഷി തപോധനനാണ്, എങ്കിലും ഒരു ഗൃഹസ്ഥാശ്രമിയായ പിതാവ് പുത്രിക്ക് നൽകേണ്ടതായ എല്ലാ ഉപദേശങ്ങളും ശകുന്തളയ്ക്ക് കൊടുക്കുന്നതായിട്ടാണ് ഇവിടെ കാളിദാസൻ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കണ്വന്റെ സ്വഭാവം എഴുതേണ്ടത്. പിന്നെ ഈശോപദേശത്തിലെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് ശ്ലോകഭാഗം തന്നിട്ട് ഗദ്യക്രമം ലിഖിത എന്നത് ചോദ്യം ചോദിക്കാം. 2 മാർക്കിന് ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ ആശയം തന്നിട്ട് ശ്ലോകങ്ങള് ഓപ്ഷനായിട്ട് തരും. അപ്പോൾ അതിൽ ഏതാണെന്ന് തെരഞ്ഞെടുത്ത് എഴുതാനുള്ള ചോദ്യം പ്രതീക്ഷിക്കാം.
പിന്നെ അതിൻ്റെ അകത്തുള്ള 4 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈശോപദേശം എന്ന പാഠത്തെ ആസ്പദമാക്കി ഗിരിപ്രഭാഷണം എന്താണ് ഉപദേശങ്ങളായിട്ട് യേശു ശിഷ്യന്മാർക്ക് കൊടുക്കുന്നത്. അതായത് അതിലുള്ള എല്ലാ ശ്ലോകഭാഗത്തിന്റെയും ആശയങ്ങളും അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷനും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 2 പാഠഭാഗങ്ങളിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻസ് ഉള്ളത്. പിന്നെ ജീവചരിത്രക്കുറിപ്പ് ജയന്തിത്തെ സുഹൃത്തിനഹ എന്ന പാഠഭാഗത്തില് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ക്രിസ്തു ഭാഗവതത്തില് PC ദേവസ്യയുടെ ജീവചരിത്രക്കുറിപ്പ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെയുള്ളത് ലബന്ധം, ത്വാന്തം, തുമുന്നന്തം, അവ്യയങ്ങൾ. അത് എല്ലാ പാഠഭാഗത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ത്വാന്ത, ലബന്ധ, തുമുന്നന്ത, അവ്യയങ്ങൾ അതും ശ്രദ്ധിക്കുക. മാറിപ്പോയാൽ മാർക്ക് നഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് എഴുതുക. ഇത്രയുമാണ് നമ്മുടെ ഈ 2 പാഠഭാഗങ്ങളിൽ നിന്നുമായി വരുന്ന ചോദ്യങ്ങള്. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. റേഡിയോ ടീച്ചർ പ്രശ്നോത്തരിയില് നമ്മൾ 55 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അതിലെ ഓരോ ടീമിനും ലഭിച്ച പോയിന്റ് നിലവാരം നമുക്ക് പരിശോധിക്കാം. ടീം എ PRM HSS കൊളവല്ലൂർ, ടോട്ടൽ സ്കോർ 35. ടീം ബി GHSS കണ്ണാടിപ്പറമ്പ, ടോട്ടൽ സ്കോർ 48. ടീം സി PRM HSS പാനൂർ, ടോട്ടൽ സ്കോർ 45. ടീം ഡി GGV HSS ചെറുകുന്ന്, ടോട്ടൽ സ്കോർ 56. ടീം ഇ ചൊവ്വ HSS, ടോട്ടൽ സ്കോർ 53. ഇന്നത്തെ പ്രശ്നോത്തരിയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ചെറുകുന്ന്, സ്കോർ 56. രണ്ടാം സ്ഥാനം ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂൾ, സ്കോർ 53. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. പങ്കെടുത്ത എല്ലാ മക്കൾക്കും അഭിനന്ദനങ്ങൾ. വിജയാശംസകൾ നേരുന്നു. നാളെ ഇതേ സമയം ഹിന്ദി പ്രശ്നോത്തരി. ക്വിസ് മാസ്റ്റർ വി ധനരാജൻ, ചെറുകുന്ന് ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, ഹിന്ദി അധ്യാപകൻ. അവതരണം ആകാശവാണി കണ്ണൂർ. ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. നിർവഹണ സഹായം AK രതീഷ്, കവിതാനാഥ്, ശ്രീകല ബിജു, ജ്യോതി രാജീവ്, സഞ്ജന രാമകൃഷ്ണൻ. റേഡിയോ ടീച്ചർ